ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഒരാളും വിശ്വാസിയാകൂല ഏതുവരെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു, നിങ്ങളുടെ തടിയിച്ചയാകുന്നത് വരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളോട് പിൻപറ്റുന്ന വിധത്തിലേക്ക് നിങ്ങളെ ശരീരത്തിന്റെ ഹവയാകുന്നത് വരെ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാകില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, മുത്തുനബി ആഗ്രഹിക്കുന്നത് അവിടുത്തെ ചര്യയിൽപ്പെട്ടതല്ലേ അവിടുത്തെ മജ്ലിസ്, അവിടത്തേക്കുള്ള സ്വലാത്തിന്റെ മജ്ലിസ്. അതേ, അവിടുന്ന് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീനിയായ ഷിആറുകളില്ലയോ, സംസ്കാരങ്ങളില്ലയോ, അത് നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യമാകുന്നുണ്ടോ, മനസ്സിന്റെ വികാരമാകുന്നുണ്ടോ, നമ്മുടെ ഹവൻ നഫ്സായി മാറുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കട്ടെ, അതേ ഖൈറായ കാര്യത്തോടാണോ നമുക്ക് താല്പര്യമുള്ളത്? മൊബൈൽ എടുത്തിട്ട് കൈ പിടിച്ചാൽ നമുക്ക് കേൾക്കാൻ എന്താ താല്പര്യം? അതേ തമാശകളാണോ, അനാവശ്യമായ റിലീസുകളാണോ, റീലുകളാണോ, അതേ അത്തരം ചില കാര്യങ്ങളാണോ? എന്റെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന ചെറുപ്പക്കാരെ, നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങളെ കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ ചെയ്യാറുള്ളത്? മൊബൈൽ എന്ന വസ്തു ഉപയോഗിച്ച് ഖുർആൻ ഓതാറുണ്ടോ? അല്ല. അതേ 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 ഹദ്ദാദ് ചെല്ലാറുണ്ടോ? കാണാതെ അറിയാത്തവർക്ക് അതിൽ സംവിധാനമുണ്ടല്ലോ. അങ്ങനെ ഖൈറാത്തിന് വേണ്ടിയാണോ നമ്മൾ അത് ഉപയോഗിക്കാറുള്ളത്? അതിന് പകരം അനാവശ്യ സംസാരത്തിനാണോ? അതേ അനാവശ്യങ്ങൾ ഷെയർ ചെയ്യാനാണോ? അനാവശ്യങ്ങൾ കാണാനാണോ? നമ്മുടെ ശരീരത്തിന്റെ വൈകാരികതയെ ത്രസിപ്പിക്കുന്ന വീഡിയോകൾ കാണാനാണോ? എന്റെ മോനെ, മോളെ, ഹബീബെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ? അങ്ങനെ ഓരോന്നും നമ്മൾ ആലോചിക്കൂ. എന്റെ പെങ്ങളെ, നിങ്ങളെ നല്ല അച്ചടക്കത്തോടെയാണോ നടക്കാറുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് അവിടുത്തെ തിരുചര്യയാണ്. നമ്മുടെ ശരീരത്തിന്റെ താല്പര്യമാകേണ്ടത് ഹറാമിനോടാണോ നമുക്ക് താല്പര്യം? അത് ഹബീബ് താല്പര്യപ്പെടാത്തതാണ്. അതല്ല സുന്നത്തിനോടാണോ നമുക്ക് താല്പര്യം? എങ്കിൽ നമുക്ക് ഹബീബിന്റെ താല്പര്യത്തോട് ചേരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന് ഇന്ന് ഏറ്റവും പറ്റിയ കുഴപ്പം എന്താണ്? ഹറാമിന് വിലയില്ലാതെ പോയി, ദീനി വിരോധിച്ച കാര്യങ്ങൾക്ക് ഗൗരവം കുറഞ്ഞു പോയി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഉമ്മത്ത് ഒരുമിച്ച് കൂടുന്ന ഇടങ്ങള് ഇന്ന് ബേജാറല്ലേ? ഒരു കല്യാണപ്പുര എന്ന് പറഞ്ഞാൽ അന്ന് ബേജാറാണ്. എന്തൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്നത്? അള്ളാഹു വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോ പടച്ചവൻ പൊരുത്തപ്പെടുന്ന നിലക്കാകണ്ടേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലക്കാകണ്ടേ? ഒരുപാട് പേക്കോലങ്ങൾ കെട്ടുകയല്ലേ? അതേ മയ്യത്തിന്റെ രൂപത്തിൽ പെട്ടിയിലാക്കി പുതിയാപ്പിള പോകുന്നില്ലേ? അതേ മറ്റു മതത്തിനുടെ ആചാരത്തിന്റെ ഭാഗമെന്നുള്ള രൂപങ്ങൾ കെട്ടിയിട്ട് പോകുന്നില്ലേ? അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പുതിയാപ്പിള പോക്ക് നടക്കുകയാണ്. ആ പോകുന്ന സമയത്ത് ആടലും പാടലുമാണ്, തോന്നിവാസങ്ങളാണ്, ആണും പെണ്ണും കൂടിക്കലരലാണ്. അതേ ഫോട്ടോ പോസിംഗ് ആണ്. ഫോട്ടോഗ്രാഫർമാരെ മുന്നിൽ പന്തലിൽ വെച്ചിട്ട് അതേ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂടെ തന്റെ ഭാര്യയെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അവിടെ ഹലാല് നോക്കുന്നില്ല, ഹറാം നോക്കുന്നില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോ പച്ചയായ ഹറാമ് നിറഞ്ഞതുകൊണ്ട് തുടങ്ങിയാൽ അതിൽ ബറക്കത്തുണ്ടാകുമോ? ഫളലുണ്ടാകുമോ? ഖൈറാത്തുകൾ വർദ്ധിക്കുമോ? നമ്മൾ ആലോചിക്കണ്ടേ?
ഈ ഉമ്മത്തിന്റെ അവസ്ഥ എവിടേക്കാണ് എത്തുന്നത്? പറയാൻ ആർക്കും ധൈര്യമില്ല. പറഞ്ഞാലോ പറഞ്ഞവരോട് അതേ പ്രതിഷേധമാണ്. സുബ്ഹാനല്ലാഹ്, മകന്റെ കല്യാണമാണ്, വാപ്പ പറയുന്നു ഇത് വേണ്ടാന്ന് പറയുമ്പോ അപ്പൊ പറയുന്നത് ഞങ്ങളെ കൂട്ടുകാര് ബഹിഷ്കരിക്കുമെന്നാണ്. അവിടെ പിന്നെ വാപ്പാക്ക് ഗഡ്സില്ല, തന്റെ ഇടമില്ല. എന്നാ അവര് ബഹിഷ്കരിക്കട്ടെ എന്ന് പറയാനുള്ള തന്റെ ഇടം കിട്ടുന്നില്ല. അതേ നാടിന്റെ നേതൃത്വത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കൈവിട്ടുപോയ അവസ്ഥയിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമുക്ക് ദില്ലത്ത് വരുന്നതെന്നറിയുമോ? വ്യത്യസ്ത പ്രശ്നങ്ങളില്ലേ, പ്രതിസന്ധികളില്ലേ? ഓരോ ദിവസവും വളരെ കടിഞ്ഞു പോകുമ്പോ ആരാധനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ നിലനിൽപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ അതേ മതകീയമായ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സിവിൽ കോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ വരുമ്പോ എന്തേ നമ്മളെ ഖൽബില് ഈമാനും തഖ്വയും കൂടുന്നില്ല? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിച്ചിട്ട്, അതേ അല്ലാഹുവാണ് സർവ്വതും കൈകാര്യം ചെയ്യുന്നവൻ, അവന്റെ നിയന്ത്രണത്തിലാണ് സർവ്വകാര്യങ്ങളും ഉള്ളവൻ. ഏത് അധികാരിയെയും അതേ കൈകാര്യം ചെയ്യാനുള്ള ശേഷി റബ്ബിനുണ്ടല്ലോ. മാലിക്കുൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അധികാരം കൊടുക്കുന്നത് പടച്ച റബ്ബല്ലേ, നീക്കുന്നതും പടച്ച റബ്ബല്ലേ, ഇസ്സത്ത് കൊടുക്കുന്നതും പടച്ച റബ്ബല്ലേ, ദില്ലത്ത് കൊടുക്കുന്നതും പടച്ച റബ്ബല്ലേ. സർവ്വ ഖൈറിന്റെയും ഉടമ റബ്ബ് തന്നെയല്ലയോ? ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ഈ കരയിലോ ഭൂമിയിലോ സമുദ്രത്തിലോ ഒരു ഫസാദും ഉണ്ടാകുന്നില്ല, വെളിവാകുന്നില്ല, ജനങ്ങളുടെ ചെയ്തി കൊണ്ടല്ലാതെ, അവരുടെ ദൂഷ്യപരമായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടല്ലാതെ ഒരു മുസീബത്തോ ഒരു പരീക്ഷണമോ ഒരു ഫസാദോ ഉണ്ടാകുന്നില്ല. ഇത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലയോ? എന്തേ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാത്തത്? നമുക്കെന്തേ ആത്മീയമായ വളർച്ച വരാത്തത്? നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇസ്സത്ത് വേണോ? ഈമാൻ ഉറക്കണം, തഖ്വ ഖൽബിൽ ഉണ്ടാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുറുകെ പിടിക്കണം. നിങ്ങൾ കുറെ ആയുധവും സംവിധാനവും സൗകര്യം ഉണ്ടാക്കിയിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അങ്ങനെ സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാനുള്ള ആയുധം അത് ഈമാനികമായ ഒരു ഉണർവാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖൽബിയായ ബന്ധമാണ്. ആ ബന്ധമുണ്ടാകേണ്ടടുത്ത് അതിന് നേരെ വിരുദ്ധമായ സ്വഭാവം ഉണ്ടാകുന്നു. അതാണ് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ വീട്ടിൽ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുമ്പോ, എന്റെ ഉമ്മമാരെ, അതേ ഔറത്ത് കാണിക്കുന്നതിന് യാതൊരു പ്രയാസവും. പണ്ട് കാലത്ത് പുരുഷന്മാരെ കാണുമ്പോഴെങ്കിലും തട്ടം തലയിലിടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മൊയ്ലിയാമാരെ കാണുമ്പോ എന്ത് ചെയ്യും? തലയിൽ അതേ ചുമലിലെ തട്ടെടുത്ത് തലയിലിടും. ഇപ്പോഴോ മൊയ്ലിയാരായാലും പ്രശ്നമില്ല, തങ്ങളായാലും പ്രശ്നമില്ല, ആരായാലും കുഴപ്പമില്ല. അതേ സ്ത്രീകൾ അവരുടെ വഴിക്കങ്ങനെ പോവാണ്. അതേ അത് കാണണ്ട വിചാരിക്കുന്ന മൊയ്ലിയാമാര് മാറി നിൽക്കലാണ്. കല്യാണ പറയിൽ ക്ഷണിച്ചാ പോയിക്കൂടാ, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രയാസപ്പെട്ടു പോവാണ്. ആദരവോടെ നമ്മളെ വിളിക്കും. വിളിച്ചിട്ട് ചെന്ന് നോക്കുമ്പോഴോ അവിടെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ആണും പെണ്ണും ഒന്നായിട്ട്, അതേപോലെ തന്നെ അതേ കല്യാണത്തിന്റെ റിസപ്ഷന്റെ സ്ഥലത്തൊന്നായിട്ട്. ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്ന് നമുക്കറിയില്ല. എന്റെ ഒക്കെ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണുകയാണ്. ഇവിടെ അങ്ങനെ ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. അതേ നിലപാടുണ്ടാകണം നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യയാണ് നമുക്ക് വലുത്. ഔറത്ത് പ്രദർശിപ്പിക്കാതെ നടക്കാൻ കഴിയണം സ്ത്രീകളെ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് വേണോ? അഭിവൃദ്ധി വേണോ? പൂർണ്ണമായി മതത്തിലേക്ക് പ്രവേശിക്കൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കൂ. അങ്ങനെ പ്രവേശിച്ചാലോ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ആർക്കാണ് ഇസ്സത്തുള്ളത്? അല്ലാഹുവിനാണ് ഇസ്സത്തുള്ളത്, മുത്തുനബിക്കാണ് ഇസ്സത്തുള്ളത്. വലിൽ മുഅ്മിനീൻ
മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്. ഇത് ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. ഖുർആൻ പ്രഖ്യാപിച്ചത് പുലരാതിരിക്കൂല, നടക്കാതിരിക്കൂല. അതുകൊണ്ട് ഇസ്സത്ത് വേണോ, അഭിമാനം വേണോ, സുരക്ഷിതത്വം വേണോ? ഈമാനിലേക്ക് മടങ്ങണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങണം. അങ്ങനെ മടങ്ങിയാലേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോടും എന്റെ ഉമ്മപങ്ങന്മാരോടും ഓർമ്മപ്പെടുത്തുന്നു, ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കല്ല. ഒരുപാട് നിസ്കരിച്ചില്ലെങ്കിലും, ഒരുപാട് ദിക്ർ ചൊല്ലിയില്ലെങ്കിലും, ഒരുപാട് സദഖ ചെയ്തില്ലെങ്കിലും, ഒരുപാട് ഉംറ ചെയ്തില്ലെങ്കിലും ഹറാമ് ചെയ്യാതിരുന്നാ മതി. ഇന്നത്തെ കാലത്ത് ഹറാമ്, ഞാനൊരു ഹറാമും ചെയ്യൂല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് നിങ്ങൾ ഫർളായ നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ നിങ്ങൾ ഔലിയാക്കളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ദറജ ഉണ്ടാകും, സംശയമില്ല. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കരുത്ത്, ഒരു ശേഷി, ഒരു ധീരത, ഒരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ ശഅബാൻ അതിന് പറ്റിയ കാലാണ്, സമയമാണ്, മനസ്സ് നന്നാക്കാനുള്ള സന്ദർഭമാണ്. ഈ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ നിലക്ക് മാറാൻ ശ്രമിക്കണമെന്ന് എന്റെ അമാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്തായി ഓർമ്മപ്പെടുത്തട്ടെ. മുത്തുനബിയുടെ താല്പര്യമാകണം നമ്മുടെ താല്പര്യം. അപ്പോഴേ നമ്മുടെ മഹബ്ബത്ത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. അവിടെ ദുനിയാവിന്റെ ഒരു സംഗതിയും പ്രശ്നമാകരുത്.